ഹായ് ഗൈസ്, എല്ലാവർക്കും ബൂട്ട്സ് ഓൺ സ്ട്രീറ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ആക്ഷൻ ക്യാമറയാണ്. ഇത് GoPro Hero 7 ബ്ലാക്ക് ആണ്. അപ്പോൾ ആക്ഷൻ ക്യാമറ ഇപ്പോൾ ഇത് 7 ആണ്. അപ്പോൾ 8 to 9 ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് എടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും 7 ബ്ലാക്ക് എടുക്കാം കേട്ടോ. കാരണം ഇതിലൊരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈപ്പർ സ്മൂത്ത് സ്റ്റെബിലിറ്റി ഉണ്ട് ഇതിൽ. കാരണം അത്രയും മാരക സ്റ്റെബിലിറ്റി ഉണ്ട്. നമ്മൾ എങ്ങനെ ഓടിച്ചാടി മറിഞ്ഞാലും ക്യാമറ അത്ര അക്യുറേറ്റ് ആയിരിക്കും. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് എനിക്കൊരു ഓഫർ പ്രൈസിൽ കിട്ടുകയാണ്. അപ്പോൾ എനിക്ക് വന്നത് 27,000 രൂപയാണ്. അപ്പോൾ ഇതാകുമ്പോൾ ഇത് ഹാൻഡിയാണ്. പിന്നെ ഇതിൻ്റെ സ്റ്റെബിലിറ്റി, പിന്നെ നമ്മൾ മോട്ടോ വ്ളോഗിങ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ബൈക്കിലൊക്കെ വ്ളോഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് അത്രയും യൂസ്ഫുൾ ആവും. അണ്ടർ വാട്ടർ വെള്ളത്തിൽ മഴ പെയ്യണമെന്നുണ്ടെങ്കിൽ ഇതൊന്നും പ്രശ്നമില്ല, കംപ്ലീറ്റ് വാട്ടർ പ്രൂഫാണ്. വാങ്ങണമെന്നുണ്ടെങ്കിൽ 7 ബ്ലാക്കിനെ വാങ്ങിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് പോവുക, 8 പോവുക, 9 പോവുക. പക്ഷേ 7 ബ്ലാക്ക് ബേസിക്കായിട്ട് മിനിമം നമുക്ക് മതിയാവും. പിന്നെ ഇതിൻ്റെ ഒപ്പം കിട്ടുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ചെറിയ മൗണ്ടുകളൊക്കെ കിട്ടും. എന്നാലും നമ്മൾ 2-3 സാധനം വാങ്ങിക്കണം. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഇതാണ്, എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് സ്റ്റിക്കാണ്. അപ്പോൾ സ്റ്റിക്ക് നമ്മൾ വാങ്ങിക്കണം. ഇത് ജസ്റ്റ് ഇവിടെ ഈ ഇതിൽ മൗണ്ട് ചെയ്ത് വെക്കാൻ, എന്നിട്ട് നമുക്കിത് എക്സ്റ്റെൻഡ് ചെയ്യാനൊക്കെ പറ്റും. പിന്നെ നമ്മൾ മോട്ടോ വ്ളോഗിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതും എക്സ്ട്രാ വാങ്ങിക്കേണ്ടതാണ്. ഇത് ഞാൻ പറഞ്ഞു തരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇത് വാങ്ങിക്കുന്ന സമയത്ത് എല്ലാം ഉണ്ടാവുമെന്ന് വിചാരിച്ചു. പക്ഷേ ഒന്നുമില്ല, എനിക്ക് 2-3 മൗണ്ട് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഇത് ഞാൻ എക്സ്ട്രാ വാങ്ങിച്ചാണ്. ഇത് ബൈക്കിൽ ഹെൽമെറ്റിൽ മൗണ്ട് ചെയ്യാനുള്ളതാണ്. പിന്നെ ഇത് സ്റ്റിക്കും നമുക്ക് മസ്റ്റ് തന്നെയാണ്, എന്നാലാണ് വ്ളോഗിങ് ഒക്കെ കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ഞാൻ ഹെൽമെറ്റിൽ 2 മൗണ്ട് ചെയ്തിട്ടുണ്ട്. ഇത് എനിക്ക് ഇതിൻ്റെ ഒപ്പം കിട്ടിയതാണ്. ഇതും ആക്ഷൻ ക്യാമറയുടെ ഒപ്പം കിട്ടിയതാണ്. അപ്പോൾ ഇത് 2 ഞാൻ മൗണ്ട് ചെയ്തിട്ടുണ്ട്, MCയിൽ വെച്ചിട്ട് മൗണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇവിടെ ചിൻ മൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രാ സാധനം വെക്കണം കേട്ടോ. പിന്നെ ടോപ്പിലും വെക്കാം, 2ഉം കൂടെ വെക്കാം. അപ്പോൾ ഇതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ സ്റ്റെബിലൈസേഷനാണ്. അടിപൊളി സ്റ്റെബിലൈസേഷനാണ്. പിന്നെ അതേപോലെ തന്നെ 4K റെക്കോർഡ് ചെയ്യാം, 2.7K. പിന്നെ അതേപോലെ ഇത് സ്ക്രീനാണ് ഇതിൻ്റെ. പിന്നെ എന്തായാലും ബോക്സൊന്നും എൻ്റെ കയ്യിൽ ഇല്ല. ബോക്സൊക്കെ ഞാൻ ഓപ്പൺ ചെയ്ത് അൺബോക്സിങ് ചെയ്യാമെന്ന് വെച്ചു, പക്ഷേ പിന്നെ അത് ചെയ്തില്ല. അപ്പോൾ ഇതിൽ ബാക്കിൽ ഇവിടെ ഒരു സ്ക്രീൻ വരുന്നുണ്ട്. ഇതിൽ നമുക്ക് ക്യാമറയുടെ സ്ക്രീനാണ്, അത് കാണാം. ഇവിടെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്ക്രീൻ ഉണ്ട്. അതിൽ ചെറിയ ഇൻഫർമേഷനൊക്കെ കാണാം. നമ്മൾ ഇങ്ങനെയാണല്ലോ വ്ളോഗ് ചെയ്യുക, അപ്പോൾ ഇതിൽ കൂടെ കാണാൻ പറ്റും. പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇതിൽ ബാറ്ററി ഉണ്ട്, ചെറിയ കുട്ടിയൊരു ബാറ്ററിയാണ്. പിന്നെ ഇവിടെ ചാർജിങ് പോർട്ട് ഉണ്ട്. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ഒരു 700 വന്നിട്ടുണ്ട്. പിന്നെ ഇതും ഇത് മാത്രമല്ല, കുറച്ചുകൂടെ സാധനങ്ങളും ഉണ്ടാകും. എല്ലാം കൂടെ ഒരു 300 എത്ര വന്നു. പിന്നെ ഇതിൽ ഒരു ബാറ്ററി ഉള്ളൂ കേട്ടോ. ഇതിലൊരു ബാറ്ററി ഇതിനൊപ്പം കിട്ടുക. പിന്നെ വേറെ മെമ്മറി കാർഡ് നമ്മൾ എക്സ്ട്രാ വാങ്ങിക്കണം. മെമ്മറി കാർഡ് എനിക്ക് ഒരു 1700 രൂപയായി, 128 GB മെമ്മറി കാർഡിന്. ഓക്കെ. പിന്നെ അതിനുശേഷം ഇതിലൊരു നെഗറ്റീവ് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പാണ്. ബാറ്ററി ബാക്കപ്പ് നിങ്ങൾക്കൊരു 1.5 മണിക്കൂറൊക്കെ ഏകദേശം കിട്ടുള്ളൂ. അപ്പോൾ അതാണ് ഒരു മൈനസ് ഉള്ളത്. പിന്നെ ഇതിന് ബാറ്ററി വാങ്ങിക്കാൻ പോയി കഴിഞ്ഞാൽ അതിനും ഒരു ഏകദേശം വില ഉണ്ട്, 2000 എത്ര വില ഉണ്ട്. അപ്പോൾ നമുക്കിത് ആകുള്ള സൊല്യൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും ഒരു പവർ ബാങ്ക് ക്യാരി ചെയ്യണം. പവർ ബാങ്ക് ക്യാരി ചെയ്തിട്ട് അതിൽ വെച്ച് ചാർജ് ചെയ്യാനാണ് പറ്റുള്ളൂ. അപ്പോൾ ഇതിൽ C ടൈപ്പ് കേബിളാണ് വരുന്നത്. അപ്പോൾ അതൊക്കെ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഇത് വാങ്ങുന്ന സമയത്ത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴൊന്നും എനിക്ക് കിട്ടിയില്ല ഇൻഫർമേഷൻ. അപ്പോൾ ഇത് മാത്രം വാങ്ങിയാൽ പോരാ. ഇതിൻ്റെ ഒപ്പം നിങ്ങൾ കരുതേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മെമ്മറി കാർഡ് അതിനൊരു 1600 റേഞ്ച് വരും. പിന്നെ അതേപോലെ ഈ ഗാഡ്ജറ്റ്സും കൂടെ വാങ്ങിക്കണം, ഈ സ്റ്റിക്ക് വാങ്ങിക്കണം, ഈ സാധനം വാങ്ങിക്കണം, അതൊക്കെ വാങ്ങിക്കേണ്ടി വരും. പിന്നെ ഇതിൽ വോയിസ് കമൻറ്റ് ഉണ്ട്, പക്ഷേ അത്രത്തോളം അക്യുറേറ്റ് ഒന്നുമില്ല. നമ്മളൊരു 5-6 ഭാഷയൊക്കെ പറയേണ്ടി വരും, എന്നാലാണ് ഇത് റെക്കഗ്നൈസ് ചെയ്യുള്ളൂ. പിന്നെ വേറെ പ്രത്യേകത ഇതിൽ കണ്ടത് എന്താണെന്ന് ചെയ്യാൻ പറ്റും, അടിപൊളി സ്ലോമോ വീഡിയോസ് ഇതിൽ എടുക്കാൻ പറ്റും. പിന്നെ അടുത്ത് ഫോട്ടോസ് ക്യാപ്ചർ ചെയ്യും. പക്ഷേ ഫോട്ടോസ് ഞാൻ അധികം ക്യാപ്ചർ ചെയ്തിട്ടില്ല. നമുക്ക് മെയിനൊരു വീഡിയോയിലാണ് ഇതിൽ നോക്കേണ്ടത്. പിന്നെ ഉള്ളത് ഞാൻ പറഞ്ഞില്ല, സ്ലോമോ, പിന്നെ ടൈം ലാപ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഷൂട്ട് ചെയ്യാം. അപ്പോൾ ഇന്ന് എല്ലാം കൂടെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ വർക്കിങ്ങും ഇതിൻ്റെ സ്റ്റെബിലിറ്റിയും എല്ലാം കൂടെ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കി വീഡിയോ ഒക്കെ ചെയ്യാം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ GoProയിൽ എടുക്കണതാണ്. അപ്പോൾ ഇതിൻ്റെ സൗണ്ടും എല്ലാം നിങ്ങൾക്കിപ്പോൾ കേൾക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇവിടെ ഒരു പാടത്താണുള്ളത്. അപ്പം ഇവിടുത്തെ കുറച്ച് വിൻഡ് നോയ്സൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊക്കെ വെച്ച് നന്നായി ക്യാപ്ചർ ചെയ്യുന്നുണ്ട് സൗണ്ടൊക്കെ. പിന്നെ ഞാനിപ്പോൾ വാക്കിംഗ് ആണ്, എന്നാലും നിങ്ങൾക്ക് അതിൻ്റെ സ്റ്റെബിലിറ്റി അറിയാൻ പറ്റുന്നുണ്ടാവും. ഞാനിപ്പോൾ വാക്കിംഗ് ആണ്, ക്യാമറ അത് ഷെയ്ക്ക് ചെയ്യാണ്ട് കറക്റ്റ് ക്യാപ്ചർ ചെയ്യുന്നുണ്ടാവും.
ഇനി ഞാൻ ഒന്ന് ഓടിക്കാണിച്ചു തരാം. കാര്യം ഇതിൽ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് 4K ഷൂട്ട് ചെയ്യാം. 4K ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ എത്ര ഫ്രെയിം പെർ സെക്കൻഡ് വേണമെങ്കിൽ സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പം 30 കൊടുക്കാം, 60 കൊടുക്കാം. പിന്നെ അതിനുശേഷം 2.7K ഉണ്ട്, 1080p ഉണ്ട്. 1080pയിൽ 120 ഫ്രെയിം പെർ സെക്കൻഡ്. പിന്നെ അതിനുശേഷം ലീനിയർ ആംഗിൾ ഉണ്ട്, പിന്നെ വരുന്നത് വൈഡ് ആംഗിൾ ഉണ്ട്, സൂപ്പർ വ്യൂ ഉണ്ട്. അപ്പോൾ അതിനുശേഷം സ്റ്റെബിലിറ്റി മോഡ് ഓട്ടോ കൊടുക്കാം, ഓഫ് കൊടുക്കാം. ഇത് ഇനി സൈഡിൽ കൊടുക്കാനുള്ള ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ 3 മോഡ് ഈസി ആയിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതായത് ഫോട്ടോ മോഡ്, ഇപ്പോൾ ടൈം ലാപ്സ്, പിന്നെ വീഡിയോ. ഞാനിപ്പോൾ എൻ്റെ GoPro ഹെൽമെറ്റിൽ മൗണ്ട് ചെയ്തിട്ടാണുള്ളത്. അപ്പോൾ ഞാൻ എക്സ്റ്റേണൽ മൈക്കൊന്നും യൂസ് ചെയ്യുന്നില്ല, ഇതിലുള്ള മൈക്ക് തന്നെയാണ്. അപ്പോൾ ഞാൻ എങ്ങനെ ഇതിൻ്റെ വോയിസൊക്കെ എങ്ങനെ റെക്കോർഡിംഗ് ഉള്ളത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഞാൻ വണ്ടിയും സൈഡാക്കി സംസാരിക്കാം. കാരണം ഞാൻ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒരുപാട് ക്രൗഡിലൊന്നും എനിക്ക് വോയിസ് ഇതിൽ ക്യാമറയിൽ കിട്ടിയിരുന്നില്ല. അപ്പോൾ ഒരുപാട് ക്രൗഡഡായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ വോയിസ്, അതായത് സിറ്റിയിലൊക്കെ പോകുമ്പോൾ വോയിസിന് കുറച്ച് ട്രബിൾ ഉണ്ട്, നമ്മുടെ വോയിസ് നേരവണ്ണം കേൾക്കില്ല. പക്ഷേ കുറച്ച് കാമൻ ക്വയറ്റ് പ്ലേസിലൊക്കെ പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് പിന്നെ ബേസിക്കലി നമ്മളിപ്പോൾ ഒരു വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് എല്ലാവരും ക്യാമറയിൽ നിന്ന് തന്നെയായിരിക്കും. പക്ഷേ ക്യാമറയിൽ നിന്ന് ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണം എന്നുള്ളവർ എന്തായാലും GoPro ബെസ്റ്റാണ്. വേറെ അങ്ങനെ പറഞ്ഞുതരാം. എന്താണെന്ന് വെച്ചാൽ ഇത് നല്ല ഹാൻഡിയാണ്, പോക്കറ്റിലൊക്കെ ഇട്ടുകൊണ്ട് നടക്കാം. പിന്നെ വെയ്റ്റ്ലെസ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ക്യാമറ പിടിച്ച് വ്ളോഗ് ചെയ്യുന്നതും ഇത് തമ്മിൽ വ്യത്യാസമുണ്ട്. കുറച്ച് സമയം കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലേക്ക് വെയിറ്റൊക്കെ വരും. അപ്പോൾ അതൊന്നും ഇഷ്യൂ ഇല്ല. ഇതിൻ്റെ ലെൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ലേറ്റസ്റ്റ് മൊബൈൽ ക്യാമറാസിലൊക്കെ വരുന്ന പോലെ വൈഡ് ലെൻസൊക്കെ ഉണ്ട്. വൈഡ് ലെൻസ് ആണ്. അപ്പോൾ അത് നമുക്കിപ്പോൾ ബൈക്കൊക്കെ വ്ളോഗ് ചെയ്യണം, അല്ലെങ്കിൽ കാറിൻ്റെ ഇൻറ്റീരിയറൊക്കെ ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ഡെഫിനറ്റായിട്ട് യൂസ് ആകും. കാരണം ലെൻസ് അത്ര വൈഡായതുകൊണ്ട് ഫുള്ള് കംപ്ലീറ്റ് ക്യാപ്ചർ ചെയ്യും, ഒറ്റ ഭാഗം പോലും വിട്ടുപോകില്ല. പിന്നെ നിങ്ങൾ വാങ്ങാൻ താല്പര്യമുള്ളവർ എന്തായാലും മിനിമം GoPro 7 ബ്ലാക്ക് ഇത് തന്നെ വാങ്ങിക്കട്ടോ. കാരണം ഇതിലുള്ള ഹൈപ്പർ സ്റ്റെബിലിറ്റി സൂപ്പറാണ്. അതായത് ഇതിൻ്റെ താഴേക്കുള്ളതൊന്നും ഇല്ല. പിന്നെ നിങ്ങൾക്ക് 8 ആയാലും 9 ആയാലും വാങ്ങിക്കണം. അങ്ങനൊക്കെ 9 എന്നൊക്കെ പറയുന്നത് പൊളി സാധനമാണ്. പിന്നെ ഇതിൻ്റെ 2-3 നെഗറ്റീവ്സ് ഞാൻ പറഞ്ഞുതരാം. എന്താണെന്ന് വെച്ചാൽ ഒന്ന് ബാറ്ററി ബാക്കപ്പാണ്, ഒരു 1.5 hours ഒക്കെ കിട്ടും, 1.5 മണിക്കൂർ നമുക്ക് കിട്ടുള്ളൂ. പിന്നെ ഹീറ്റിങ്ങിൻ്റെ ഇഷ്യൂ ഉണ്ട്, കാരണം ഇലക്ട്രോണിക് ഡിവൈസാണ്. അപ്പോൾ എന്തായാലും ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ടാവും.
പിന്നെ ഇതിന് എക്സ്റ്റേണൽ മൈക്ക് വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൈക്ക് കുറച്ച് കോസ്റ്റ്ലിയാണ്. 2500 ആ റേഞ്ചൊക്കെ വരുന്നതാണ് ഇതിൻ്റെ മൈക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നത് അത് ആവശ്യമില്ല. എന്നാലും ഇപ്പം ഞാനിപ്പോൾ റൈഡിങ് ആണ്, അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ എത്രത്തോളം നോയ്സ് ക്യാപ്ചർ ചെയ്യുന്നുണ്ട് പുറത്തുനിന്നുള്ളത്. അപ്പോൾ എൻ്റെ വോയിസ് അത്യാവശ്യം കിട്ടുന്നുണ്ട്, എന്നാലും ഈ ട്രാഫിക്കിലേക്കുള്ള സമയത്ത് കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. ഞാനതിന് അറ്റ് ദി ഏർലിയസ്റ്റ് ഞാൻ റിപ്ലൈ തന്നിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഓൾമോസ്റ്റ് 40 കിലോമീറ്റർ സ്പീഡിൽ അപ്പോൾ എൻ്റെ വോയിസ് എത്രത്തോളം ക്യാപ്ചർ ചെയ്യുന്നത് നിങ്ങൾക്കിപ്പോൾ അറിയാം. അപ്പോൾ സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. ഗുഡ് ബൈ.